ഓട്ടിസം എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക തരം ഒരു പെരുമാറ്റ വൈകല്യം അല്ലെങ്കിൽ ഭാഷാ വൈകല്യം എന്ന് പറയാം. അത് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസം ഉള്ളതാണെങ്കിൽ പോലും കണ്ടുപിടിക്കാവുന്ന ഒരു തരം ഒരു അവസ്ഥയാണത്. ഓട്ടിസം പൂർണ്ണമായിട്ടും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. പക്ഷെ എന്നാലും ഒരു കുട്ടിയെ നമുക്ക് നിയർ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓട്ടിസത്തിന്റെ മെയിൻ ആയിട്ട് നമുക്ക് കാണുന്ന ഫീച്ചേഴ്സ്, ഒരു കുട്ടിയെ നമുക്ക് ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ ഓട്ടിസം ചൈൽഡ് വിത്ത് ഓട്ടിസം എങ്ങനെ പറയാന്നുള്ളത് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് മെയിൻ ആയിട്ട് അവർക്ക് ഒരു ലാംഗ്വേജിൽ ഒരു ഡിലേ വരും. അതായത് നോർമൽ ഒരു കുട്ടി 1 year 2 years ആ കുട്ടി എക്വയർ ചെയ്യേണ്ട ലാംഗ്വേജ് ആസ്പെക്ട്സ് ഒക്കെ അതിന് കുറച്ചൊരു ഡിലേ കാണും. പിന്നെ നോർമൽ കുട്ടികളിൽ നിന്നും ഇവർ കുറച്ച് ഡീവിയന്റ് ആയിരിക്കും. അതായത് കുറച്ച് വ്യത്യാസങ്ങൾ ഇവരുടെ നോർമൽ ലൈഫിൽ നിന്ന് കാണാൻ പറ്റും. മെയിൻലി ലാംഗ്വേജ് ഡിലേ ഉണ്ടാവും. പിന്നെ അവർക്ക് ഒരു പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ഉണ്ടാവില്ല. അതായത് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കുട്ടികളുമായിട്ട് നോർമൽ ഒരു കുട്ടി എങ്ങനെയാണോ അവരുടെ പ്രായത്തിലുള്ള കുട്ടികളായിട്ട് ഒരു മിംഗ്ലിംഗ് ഉണ്ടാവുന്ന ആ ഒരു ഇന്ററാക്ഷൻ ഈ കുട്ടികളിൽ കുറവായിരിക്കും. പിന്നെ ഒരു പാരന്റൽ അറ്റാച്ച്മെന്റ്, ഇന്നത് അമ്മയാണ് ഇന്നാൾ അച്ഛനാണ് എന്നുള്ള തിരിച്ചറിയാനും അത് അവരോടുള്ള ആ നോർമൽ ഒരു അറ്റാച്ച്മെന്റും കുറവായിരിക്കും. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് കാണാവുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് ഒരേപോലത്തെ ആവർത്തിച്ച് വരുന്ന കുറച്ച് പ്രവൃത്തികൾ, അതായത് സ്റ്റീരിയോടൈപ്പിക് മൂവ്മെന്റ്സ് നമ്മൾ പറയും. അതായത് ഓരോ കുട്ടികളിലും അത് വ്യത്യാസപ്പെട്ടായിരിക്കും ഉണ്ടാവുക. ചില കുട്ടികൾക്ക് ഹാൻഡ് സ്ലാപ്പിംഗ് എന്ന് പറയും. അതായത് അവരുടെ വിരൽ അവര് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ്, ഒരു റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ് കാണും. ചില കുട്ടികൾക്ക് സെൽഫ് ഇൻജുറിയസ് ബിഹേവിയേഴ്സ് ഉണ്ടാവും. ഇത് വേറൊരു ഫീച്ചറാണ്. അവരെ തന്നെ ദേഷ്യം വന്നാലോ ഫ്രസ്ട്രേഷൻ വന്നാലോ ഉപദ്രവിക്കുക, ഒന്നൊക്കെ തല ബാങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുക. വേറെ നമുക്കൊരു ഫീച്ചർ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതായത് ഇക്വലേലിയ എന്ന് പറയും. ഇപ്പൊ നമ്മളിപ്പം പേരെന്താന്ന് കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടി തിരിച്ചും അതിനുള്ള ഉത്തരം തരാണ്ട്, അതായത് ആൻസറിങ് സ്കിൽ റെഡ്യൂസ്ഡ് ആയിരിക്കും. അതിന് പകരം ആ കുട്ടി തിരിച്ചു പറയുന്നത് ഉത്തരം പേരെന്താന്ന് വെച്ചാൽ പേരെന്താ അതിനായിരിക്കും ആ കുട്ടി റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ആ ഇക്വലേലിയ. പിന്നെ നമുക്ക് കാണാവുന്നത് അതായത് അവരവരെ റുട്ടീൻസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. അതായത് നോർമൽ ഇപ്പൊ ടോയ്ലറ്റിംഗ് ആണെങ്കിലും ഫീഡിങ് ആണെങ്കിലും ഇതിലൊക്കെ ഇഷ്യൂസ് കാണാറുണ്ട്. യൂഷ്വലി നമ്മൾ ഈ ഒരു 1.5 ഓൾമോസ്റ്റ് 2 yearsന്റെ അടുത്ത് നമ്മളിത് കണ്ടുവരും. ഒരു 3 yearsനോട് അടുത്തിട്ടാണ് കൺഫേം ഡയഗ്നോസിസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് കുറച്ച് ടെസ്റ്റ് മെറ്റീരിയൽസും പിന്നെ പേഷ്യൻസിന്റെ ഫാമിലിയിൽ നിന്നുള്ള അവരുടെ ഫീഡ്ബാക്കും കുറച്ച് ക്വസ്റ്റ്യനേഴ്സും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എത്രത്തോളം ലാംഗ്വേജ് ഉണ്ട്, എത്രത്തോളം ഈ ഓട്ടിസം സിവിയറിറ്റി ഉണ്ട് എന്നുള്ള കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പം പൊതുവേ നമ്മളിപ്പം ഇങ്ങനെ ഒരു കുട്ടികളിൽ പറഞ്ഞ മാറ്റ ഫീച്ചേഴ്സ് കണ്ടു തുടങ്ങിയാൽ ഉടനെ ഒരു പീഡിയാട്രീഷ്യൻസിനെ കണ്ടാൽ വളരെ നല്ലതായിരിക്കും. അവരാണ് യൂഷ്വലി ഞങ്ങൾക്ക് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന് പേഷ്യൻസിനെ റെഫർ ചെയ്യാറ്. എന്നാലും ചില പീഡിയാട്രീഷ്യൻസ് ഉണ്ട്, അവരുടെ അടുത്ത് പറയും നിങ്ങൾ നോർമൽ ഒരു പ്ലേ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ചൈൽഡ് വിൽ ബി നോർമൽ എന്ന് പറയുന്ന പീഡിയാട്രീഷ്യൻസ് ഉണ്ട്. പക്ഷെ അത് പ്ലേ സ്കൂളിൽ പോയ ആ പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കുട്ടിയിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ചസ് വേണമെങ്കിൽ ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന്റെയും ഒരു ഓക്യുപേഷണൽ തെറപ്പിസ്റ്റിന്റെയും ഒരു സൈക്കോളജിസ്റ്റിന്റെയും ഇന്റർവെൻഷൻ ഇല്ലാണ്ട് ഒരു കുട്ടീനെ നമുക്ക് നോർമൽ ആക്കുക, അതിന് നിയർ നോർമൽ ആക്കുക എന്ന് പറയുന്നത് ഓട്ടിസത്തിന്റെ കാര്യത്തിൽ കുറച്ച് പ്രയാസമാണ്. നമ്മൾ ഇപ്പം കണ്ടു തുടങ്ങിയാൽ ഉടനെ പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്ത് ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന്റെ ഹെൽപ്പ് തേടാൻ സഹായിക്കുക. ആ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ് എത്രത്തോളം ഈ കുട്ടിയിൽ സിവിയറിറ്റി ജസ്റ്റ് ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് മാത്രമാണോ അതോ ജസ്റ്റ് ആ കുട്ടിയിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത്, ഈ ഐ കോണ്ടാക്ട്, അറ്റൻഷൻ, ഇതൊക്കെ അസസ് ചെയ്യുന്നത് SLPs ആയിരിക്കും. പിന്നെ അവർക്ക് ആക്ടിവിറ്റീസ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ADLs കാര്യങ്ങളൊക്കെ, ഫൈൻ മോട്ടോർ, ഗ്രോസ് മോട്ടോർ എന്ന് പറഞ്ഞാൽ ചലനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ്. പിന്നെ എത്രത്തോളം മെന്റൽ എബിലിറ്റി, കോഗ്നീറ്റീവ് ലെവൽ കുട്ടീൻ്റെ എത്ര ഉണ്ടെന്ന് അസസ് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റ്. 3 പ്രൊഫഷണൽസിന്റെയും ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഓട്ടിസത്തിന് ഏറ്റവും ആവശ്യം. ഓട്ടിസം നമ്മൾ ഇപ്പൊ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന്റെ അടുത്ത് ഏർലി ഇന്റർവെൻഷൻ, അതായത് ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഏർലി ഇന്റർവെൻഷൻ ആണ് ഓട്ടിസത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒരു 2 years ഐഡന്റിഫൈ ചെയ്ത ഉടനെ ആ കുട്ടീനെ ഒരു ഈ ഇന്റർവെൻഷനിൽ കൊണ്ടുവന്നാല് ആ കുട്ടീനെ സ്കൂളിലേക്ക് നോർമൽ ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്.
നമുക്കിപ്പോ ഓട്ടിസത്തിന്റെ പ്രത്യേക കോസ് എന്താ, അത് കാരണം എന്തുകൊണ്ട് ഓട്ടിസം ഉണ്ടാകുന്ന ഇതുവരെ റിസർച്ച് കണ്ടുപിടിച്ചിട്ടില്ല. ഒരുപാട് കാരണങ്ങളാണ് പറയുന്നത്. ജനറ്റിക് കോസ് പറയുന്നുണ്ട്, അതേമാതിരി എൻവയൺമെന്റൽ, അതായത് സാഹചര്യങ്ങളിലെ കാര്യം കൊണ്ട് ഓട്ടിസം ഉണ്ടാവാന്ന് പറയുന്നുണ്ട്. ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ട് ഓട്ടിസം ഉണ്ടാവാന്ന് പറയാറുണ്ട്. എപ്പിലെപ്സി കാരണം, ഹോർവൽസിസ് കാരണം ഓട്ടിസത്തിന്റെ ഒരു ഫീച്ചർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് റിസർച്ച് പറയുന്നത്. എക്സാക്ട് കോസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഏറ്റവും ഓട്ടിസത്തിന് വേണ്ടത് എത്രയും പെട്ടെന്ന് ഈ ഓട്ടിസം ഉണ്ട് എന്നുള്ള സ്റ്റേറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടീനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു പരിധി വരെ കുട്ടീനെ നോർമൽ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. കംപ്ലീറ്റ് നോർമൽ ആവുന്ന കുട്ടികളും ഉണ്ട്, ഒരു നിയർ നോർമൽ ലൈഫിൽ എത്തുന്ന, അറ്റ്ലീസ്റ്റ് അവരുടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.